അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഫിഷ് പക്കോറ. പക്കോട എന്നൊക്കെ പറയും. അപ്പോൾ നല്ല അടിപൊളി ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ നല്ല വൃത്തിയെ കഴുകിയെടുത്ത് ഇതിനൊക്കെ ബോൺലെസ് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ഫിഷ് പക്കോറ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പക്കോട ഉണ്ടാക്കാം അല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇത് നേരെയാക്കി എടുക്കുകയാണ് ചെറിയൊരു ടാസ്ക്. തൊലി നമുക്ക് കുറിച്ചെടുക്കണം ബേബി. നമുക്കിതിൻ്റെ തൊലി എടുക്കലാണ് വലിയൊരു ടാസ്ക്. ഇത് മീൻ തൊലിയെ കുറിക്ക് എളുപ്പമുണ്ടാ ഇതല്ല, അത്രയേ ഉള്ളൂ. ഇത് വഴുക്കലുണ്ട് അല്ലേ, ചൂര നല്ല ചൂട്. നമുക്ക് തല വേണ്ട, അത് വേണ്ട, നമുക്ക് മീറ്റ് മാത്രം എടുക്കണം. ആ നല്ല അസൽ മീറ്റ്. തലയെ കൂടെ കറി വെക്കല്ലേ ഇതിന് തലക്കറി. അതെ, ഓക്കെ. മെല്ലെ താഴെ ഉള്ളത് എന്താ മീനിന് അടിപൊളിയായി. ഇതിൻ്റെ നടുക്കൊരു മുള്ളുണ്ട്. ഇതൊരു മുള്ളാണത്, കത്തി തട്ട് കൈ പോയി. ഈ മുള്ള് നമുക്ക് ഒഴിവാക്കണം. ഈ മുള്ള് ഒഴിവാക്കണം. ഇങ്ങനെ പീസാക്കാം. ഇതല്ല, ഇതിനെടുക്കാം. ഒരല്പം നാരങ്ങ നീരൊഴിച്ച് തരും, ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ചെയ്തോ. പതുക്കട്ടാ. ഒരു 10 മിനിറ്റ് റെസ്റ്റിലിരിക്കട്ടെ. പിന്നെ അടുത്ത മസാല, കുറച്ചൊരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒരല്പം കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, ഒരല്പം ഗരം മസാല, കുറച്ച് മസ്റ്റാർഡ് പേസ്റ്റ്, ഇത് മസ്റ്റാണ് കേട്ടോ, കുറച്ച് അജ്വൈൻ എന്ന് പറഞ്ഞാൽ അയമോദകം, ഒരല്പം മല്ലിച്ചപ്പ് മിക്സ് ചെയ്തോ. ഇനി കുറച്ച് കോൺഫ്ലോർ, കുറച്ച് കടലമാവ് മിക്സ് ചെയ്തോ. കുറച്ച് വെള്ളം പാകത്തിന്, ഒരുപാടായിട്ട് തെളിച്ച് തെളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓരോന്ന് ഇട്ട് നോക്കാം.
ഇതിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് മല്ലി ഇലങ്ങൾ തൂക്കി കിട്ടാൻ അതിന് ഭംഗി വേറെ തന്നെ. ഇനി നമുക്ക് അതിൻ്റെ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നല്ല നാടൻ പുളി ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാട്ടാ. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. നല്ലോണം അരിച്ചെടുക്കണം. ഇതിന് സ്പെഷ്യൽ മസാലയാണ്. മതി 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 മതി. ഒരല്പം ഉപ്പ്, ഒരല്പം കാശ്മീരി ചില്ലി, ഒരല്പം കുരുമുളക് പൊടി, ഇനി കുറച്ച് മുള്ളങ്ങി ചുരണ്ടി നട്ടാ. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിൽ, കുറച്ച് ചൂടാക്കിയ ഓയിൽ. ഇനി ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ചട്നി. നമുക്ക് ടേസ്റ്റ് നോക്കാം. വാവ്, എന്താ ഭംഗി. മതി. നമുക്കിങ്ങനെ ടേസ്റ്റ് നോക്കട്ടെ. ആദ്യം നമ്മൾ വെറുതെ റോ ആയിട്ട് ടേസ്റ്റ് നോക്കാം. സംഭവം സൂപ്പർ കേട്ടാ. അടിപൊളി സാധനം. ഇതെങ്ങനെയുണ്ട്? പക്ഷേ നല്ല കാലാവസ്ഥ തണുപ്പായതുകൊണ്ടേ ആ മുരുമുരിപ്പ് പോയിട്ടാ. ഇനി നമ്മളുണ്ടാക്കിയ ചട്നി ഇതാ. നല്ല പാലക്കാടൻ പുളി കൊണ്ടുണ്ടാക്കിയ സാധനമാണ്. അതിൽ നമ്മൾ ഒന്ന് റാഡിഷും മല്ലിയിലൊക്കെ ചേർത്തിട്ടുണ്ട് നമ്മൾ. ഇന്ന് പുളിച്ചട്ടിന് എങ്ങനെയുണ്ടത്? നീ നമുക്ക് ഇത് അടിപൊളി സാധനം കേട്ടാ. ഇന്ന് അടുത്തത് ഇത് വേറൊരു ചട്നി കേട്ടാ. നമ്മളത് എരിവുള്ള ചട്നിയാണ്. ഇത് നമ്മുടെ വീഡിയോയിലില്ല. അടിപൊളി. പക്ഷെ ഇതാണ് ഇത് ടേസ്റ്റ് വന്നത്. പുളിവെള്ളം, പാലക്കാടൻ വാളംപുളി ചട്നിയുടെ അടിപൊളി ഇല്ല കണ്ടാ. സംഭവം കുറച്ച് പണിയെടുക്കാണേലും അതുപോലെ കുറേ നഷ്ടമുണ്ടായി. മീനിൻ്റെ തല സാധനങ്ങളൊക്കെ നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൂട്ടാൻ വയ്ക്കും. പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. അടിപൊളി സാധനം അല്ലേ? അടിപൊളി സാധനം. ചട്നി തന്നെ കേട്ടാ. ഇല്ല ജ്യോതി, സാധനങ്ങളുണ്ട്. അടിപൊളി. ഇതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മീനെന്താ ഒരു മുള്ളോ സാധനങ്ങളോ ഒന്നുമില്ല കേട്ടാ. മുള്ള് കംപ്ലീറ്റ് നമ്മൾ മാറ്റി. പക്ഷെ മുള്ള് മാറ്റി മെനക്കെട്ടാലും സാധനം നിങ്ങൾ ഉണ്ടാക്കി ചൂട്ടോടെ കഴിക്കണം അല്ലേ? നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത്. അതാണ് പ്രശ്നം. ചൂട്ടോടെ ഉണ്ടാക്കി തട്ടിലിട്ട് കണ്ട് ചട്നി മുക്കി തിന്നുകാണാൽ ഒരു രക്ഷയില്ല. അപ്പോൾ സാധനം ഇന്ന് നമ്മളെടുത്ത് നമ്മുടെ കുട്ടികളെ വെയിറ്റുകൊണ്ടിരിക്കണം. സാധനം ഒരു രക്ഷയില്ല. അടിപൊളി അല്ലേ കണ്ണാട്ടാ? ഞാൻ തന്നെ പറയണം. ആരെങ്കിലും പറയും നിങ്ങൾ ഇവർക്ക് ആൾക്ക് 100 രൂപ കൊടുത്തിട്ട് പറയിപ്പിക്കണം. ഒന്നും മിണ്ടില്ല. ഉള്ളിന്ന് വരണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾ ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. തുടർന്നുള്ള വെല്ലയും കൂടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നത്. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഇനി എല്ലാവരും സംസാരിക്കും. ക്യാമറ ഓണാക്കിയാൽ ഒരു അക്ഷരം മിണ്ടില്ല. ആ മീനിൻ്റെ കറുപ്പ് ഉള്ളതാണ് അല്ലേ? പക്ഷെ ടേസ്റ്റ് ഇല്ല. മീനിൻ്റെ നടുക്കുള്ള സാധനമാണ്. മീൻ മുറിച്ച് കൈ മുറിഞ്ഞു പോയി. മീൻ സ്ലൈസ് ചെയ്യുമ്പോൾ സ്ലിപ്പായി നടക്കത്തില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ കാണാൻ.